വലിയ നാണക്കാരിയാണെന്ന് തോന്നുന്നു. ഇക്കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെയൊന്നുമല്ല, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ എത്രയും വേഗം നടത്തിക്കളയാം. എന്നാൽ നല്ലൊരു മുഹൂർത്തം നോക്കാം. ഈ മാസം 17-ാം തീയതി നല്ല മുഹൂർത്തം ഉണ്ടെന്ന് ജ്യോത്സ്യർ പറഞ്ഞു. എന്നാൽ അന്ന് തന്നെ നടത്താം. ഇനി ഊണ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതൊരു നല്ല കാര്യമാണ്. വിശന്നിരുന്ന് ഒന്നും തീരുമാനിക്കരുതെന്ന പ്രമാണം. സ്വാമിയെ കണ്ടില്ലല്ലോ. സ്വാമി ടൈം കീപ്പ് ചെയ്യുന്ന ആളാണല്ലോ. ഇന്ന് എന്ത് പറ്റി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം കടവുളിൻ തിരുവിടയാണ്. നമ്മൾ വിചാരിക്കുന്ന വഴി കൂടെ ലൈഫ് വിചാരിക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. വരൂ, വല്ലതും കഴിക്കാം. ഹലോ, അതെ, കൊടുക്കാം. കഴിക്കാം. രാജശേഖരൻ നായർ. ഞാനാ വിനോദ്. മകളുടെ വിവാഹം നിശ്ചയിക്കാൻ ജഡ്ജിയും മകനും വന്നിട്ടുണ്ടല്ലേ? ആ വിവാഹം നടന്നു കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ ഒരു 25,000 രൂപ കൊടുത്തയക്കണം. അവരുടെ മുമ്പ് വേർക്കൊന്നും വേണ്ട. അല്ല, നിങ്ങൾക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണെന്ന് എനിക്കറിയാം. വെക്കട്ടെ? ശരി.